ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം ഫസ്റ്റ് ചതച്ചെടുത്തിട്ട് വരാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത മിക്സ് ചേർക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കടലമാവിന്റെ പച്ചസ്വാദ് പോകണം. പച്ചസ്വാദ് പോയത് ഇതിലേക്ക് 2 സവോള നീളനെ മുറിച്ച് ചേർക്കുന്നുണ്ട്. 1 പച്ചമുളക്, കുറച്ച് വേപ്പില. സവോള സോഫ്റ്റ് ആക്കി എടുക്കാം. സവോള സോഫ്റ്റ് ആവുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചസ്വാദ് പോയത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. ചാറ്റ് മസാല ഇല്ലാത്തൊരു നാരങ്ങ നീര് ചേർത്തോളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫില്ലിങ് നല്ലോണം തണുത്തുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെച്ച് സ്നാക്ക് റെഡിയാക്കാൻ നോക്കാം. 1/2 കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, ഒരു നുള്ളു ഉപ്പ്. ഒരുപാട് ഉപ്പ് ചേർക്കരുതിട്ട് ഒരു നുള്ളിടാനേ പാടുള്ളൂ. മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള ബാറ്ററാക്കി എടുക്കണം. അത്ര കട്ടിയിൽ ഉണ്ടാവണം കേട്ടോ ബാറ്റർ. ഇത് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ഇല എടുത്ത് വാട്ടി എല്ലാറ്റിലും നെയ്യ് തേച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അതുപോലെ കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട്. റെഡിയാക്കി വെച്ചേക്കണ മൈദയുടെ മിക്സിൽ ബ്രെഡ് മുക്കാം. ഇലയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. റെഡിയാക്കി വെച്ചേക്കണ മസാല കുറച്ച് ബ്രെഡിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അടക്കി മടക്കണ പോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം. 15 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. 15 മിനിറ്റ് ആയിട്ട് അപ്പോൾ വെന്തുണ്ടാവും. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് കേട്ടോ.